മഴ പെയ്താൽ പട്ടാമ്പി ടൌണിൽ അഴുക്കുചാലിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്നത് റോഡിലൂടെ. പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തേണ്ട അഴുക്കുചാൽ നിർമ്മാണ പ്രവൃത്തികൾ കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതാണ് പ്രശ്നത്തിന് കാരണം. പല ഭാഗങ്ങളിലും കുറച്ചായാണ് അഴുക്കുചാൽ നിർമ്മിച്ചത്. പലയിടങ്ങളിലും ചാലുകൾ മൂടിക്കിടക്കുകയാണ്. ഇത് കാരണം ചാലിലൂടെ വരുന്ന മലിനജലം റോഡിലേക്ക് ഒഴുകുന്നുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മലിനജലം റോഡിലേക്ക് പരന്നൊഴുകുന്നത് വഴിയാത്രക്കാരെയും വാഹനയാത്രികരെയും ഒരുപോലെ ദുരിതത്തിൽ ാക്കുകയാണ്. കടയിലേക്ക് വെള്ളം കയറിയും കെട്ടിനിന്നുമൊക്കെ വ്യാപാരികളും ഏറെ പ്രയാസത്തിലാണ്. ഈ റോഡിന്റെ ഇങ്ങനത്തെ ഒരു ശോചനീയാവസ്ഥ കാരണം റോഡ് പണിയാണ്. പക്ഷെ റോഡ് വരണം, വികസനം വേണം. അതിനൊന്നും നമ്മൾ പട്ടാമ്പിക്കാരോ ഇവിടുത്തെ കച്ചവടക്കാരോ ആരും എതിരല്ല. പക്ഷേ ഇതിലൊരു ന്യൂനമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പണി ആദ്യം എടുക്കുന്നതിന് മുമ്പേ പൈപ്പ് പണി എടുക്കേണ്ടതായിരുന്നു. പൈപ്പ് പണി എടുത്തില്ല. അതിനുശേഷം ആയിരുന്നു ചാലിൻ്റെ കാനാട് പണി എടുക്കില്ല, അതും ചെയ്തില്ല. ഡ്രൈനേജിൻ്റെ അതും ചെയ്തില്ല. ആദ്യം റോഡ് പണി എടുത്തു, അതിനുശേഷം പൈപ്പ് പണി എടുത്തു. ഈ പൈപ്പ് പണി വന്നതിന് ശേഷമാണ് ഈ ചാലുകൾ ഡ്രൈനേജ് ഇങ്ങനെ ബ്ലോക്കാൻ കാരണം, ഇത്ര നാറാനും ഈ പട്ടാമ്പി അങ്ങാടി ഇങ്ങനെ നാറാനുള്ള കാരണം ഈ പൈപ്പ് പണിക്കാർ ചെയ്ത പണിയാണ്. റോഡ് നവീകരണം തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും അനുബന്ധ പ്രവർത്തികൾ പാതിവഴിയിൽ തന്നെയാണ്. മഴക്കാല രോഗപൂർവ്വ ശുചീകരണത്തിന് ആഹ്വാനം ചെയ്യുമ്പോഴും പട്ടാമ്പി ടൌണിലെ സ്ഥിതി ഏറെ ദയനീയമാണ്. ഇത് ശരീരത്തിൽ തട്ടിയ പിന്നെ മഴക്കാല രോഗങ്ങൾ, ഒരുപാട് കുട്ടികളും സ്ത്രീകളും വയസ്സായ ആൾക്കാരും നടക്കുന്ന സ്ഥലമാണ്. ഇത് ശരിയാക്കാത്തത്? ഇത് ശരിയാക്കിയിട്ട് 6 വർഷത്തോളം ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കാൻ തുടങ്ങിയിട്ട് 13 കിലോമീറ്റർ റോഡുള്ളൂ. ശാസ്ത്രീയപരമായിട്ട് എല്ലാം ഇവിടെ പണം തിരക്കണത്. ആദ്യം കാര്യം പണിയണം, എന്നതിന് ശേഷം ലൈനിൻ്റെ മറ്റേ പൈപ്പ് ലൈൻ പണിയാണ്, എന്നതിന് ശേഷം റോഡ് പണിയാണ്. ഇത് ആദ്യം റോഡ് പണം തിരക്കണേ. എന്നിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് മാന്തുക, പൊന്തിക്കുക. എന്നിട്ട് ഇത് എത്ര 3 മാസം 2.5 മാസം ഇത് പണി സാഹചര്യം പൊട്ടി പടങ്ങോട്ടെ. അധികൃതർ ഇതിന് യാതൊരു നടപടി സ്വീകരിക്കണില്ല. ടൌണിലെ ബേക്കറികൾക്കും ഹോട്ടലുകൾക്കും മുന്നിലാണ് ഈ മലിനജലം ഒഴുകുന്നതും കെട്ടിക്കിടക്കുന്നതും. നഗരസഭയോടും മറ്റ് അധികൃതരോടുമൊക്കെ പലതവണ പരാതി പറഞ്ഞു മടുത്തെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാലവർഷം വരാനിരിക്കെ ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ പകർച്ചവ്യാധി ഭീതിയിലാണ് പട്ടാമ്പിക്കാർ. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മലിനജലം യാത്രക്കാരുടെ ദേഹത്തേക്ക് പതിക്കുന്നതും പതിവാണ്. മഴ പെയ്ത് അവസ്ഥ രൂക്ഷമാകുന്നതിനു മുമ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ആവശ്യമുയരുന്നത്. ഈ ചാനൽ പട്ടാമ്പി.